من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പുറത്ത് ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. റഹ്മത്ത് എന്ന വാക്കാണ് വിശുദ്ധ ഖുർആൻ മഴയെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മഴവെള്ളത്തെ കുറിച്ച് മാഉൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ വെള്ളം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഏതൊരു അനുഗ്രഹവും ചില ആളുകൾക്ക് ചിലപ്പോ പ്രയാസകരമാകുന്ന അവസ്ഥയുണ്ടാകും. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. മഴ കർഷകന്മാര് അതുപോലെ തന്നെ കുടിവെള്ളം ആവശ്യത്തിന് ലഭിക്കാത്ത പ്രദേശങ്ങളിൽ ധാരാളം മഴ പെയ്യുമ്പോ ഈ പ്രാവശ്യം വെള്ളം കിട്ടും, വരൾച്ച ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുകയും കർഷകന്മാരൊക്കെ ആശ്വസിക്കുകയും ചെയ്യും. അതേ സമയത്ത് മഴ മൂലം വീടുകളുടെ അകത്ത് വരെ വെള്ളം കയറുന്ന ആളുകൾക്ക് അത് പ്രയാസകരമാവുകയും ചെയ്യും. ഏതായിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് അവസരങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കും. അനുഗ്രഹമായി തീരുമ്പോ അള്ളാഹുവിനെ നന്ദി കാണിക്കുകയും, അത് പ്രയാസവും വിഷമവുമായി തീരുമ്പോ ക്ഷമിക്കുകയും മാനസികമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനോട് വിനയപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കും വിശ്വാസികൾ. ഈ രണ്ടവസ്ഥയും വിശ്വാസികൾക്ക് ഗുണകരമാണ്. പരീക്ഷണ ഘട്ടമാകുമ്പോഴും അതുപോലെ തന്നെ ഐശ്വര്യത്തിന്റെ ഘട്ടമായാലും രണ്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അജബൽ അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഗുണകരമാണ്.
വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിമുഅ്മിൻ, വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെ നേടാൻ രണ്ട് സമയവും അനുഗ്രഹീതമായി മാറ്റാൻ കഴിയില്ല. ഇന്ന അസ്വാബത്തുഹു സറാഉ, അവന് സന്തോഷകരമായ കാര്യം ബാധിച്ചാൽ ശക്കറ, അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഗുണകരമാണ്. വഇന്ന അസ്വാബത്തുഹു ളറാഉ, ഇനി അവന് പ്രയാസകരമായ കാര്യമാണ് അവന് ബാധിക്കുന്നതെങ്കിലോ സ്വബറ, അവൻ ക്ഷമിക്കുകയും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുകയും ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഗുണകരമാണ്. അപ്പൊ ഇങ്ങനെ രണ്ടവസരത്തിലും അത് പരലോകത്തേക്ക് ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നവനാണ് വിശ്വാസി. അപ്പൊ കുറെ ആളുകൾക്ക് അനുഗ്രഹമായി തീരുകയും വേറെ കുറെ ആളുകൾക്ക് പ്രയാസകരമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ രണ്ട് അവസരങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിന്റെ കഴിവും ശേഷിയും മനസ്സിലാക്കുക, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക, വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനസ്സുള്ളവരായി തീരുക. ഇതൊക്കെയാണ് വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. നമുക്ക് അതാണ് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളതും. അതിൽ നിന്ന് നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയും കഴിവിനെയും ശേഷിയെയും തിരിച്ചറിയാൻ സാധിക്കണം. മഴയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടാനും ആ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനും അത് തന്നെ മതിയായതാണ്. ഖുർആനിൽ അല്ലാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അവർ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങളാണോ കാർമേഘങ്ങളിൽ നിന്ന് അതിനെ ഇറക്കുന്നത്, അതല്ല നാം ആണോ ഇറക്കുന്നത്? ആ ചോദ്യം മനുഷ്യന്റെ നിസ്സഹായതയെ, മനുഷ്യന്റെ കഴിവുകളിനെ ബോധ്യപ്പെടുത്തുന്നതും അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെ കുറിച്ച് മനുഷ്യനെ അറിയിക്കുന്നതുമായ ഒരു ചോദ്യമാണ്. മനുഷ്യന് പ്രകൃതിയിലെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന ദിവസങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കും, കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാനോ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച വെള്ളത്തെ മേൽപോട്ട് ബാഷ്പീകരിച്ചുയർത്താനോ അതൊരു പ്രത്യേകമായ അളവിലും തോതിലും കണക്കിലും ഇന്ന പ്രദേശത്ത് ഇന്ന രൂപത്തിൽ ഇത്ര അളവിൽ പെയ്യണമെന്ന് കണക്കാക്കാനോ ഇതൊന്നും മനുഷ്യന് സാധ്യമല്ല. മനുഷ്യന് പ്രകൃതിയിലെ നിയമങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന കാലത്ത് ഇന്ന ദിവസത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കഴിയും. ആ സാധ്യത പറയാൻ കഴിയുമ്പോഴേക്ക് അഹങ്കാരിയായി തീരുന്നു, എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന മനുഷ്യനോടാണ് ചോദിക്കുന്നത്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഉപരിലോകത്ത് നിന്ന് ഉപരിലോകത്തേക്ക് അത് എത്തിക്കുകയും ഉപരിലോകത്ത് നിന്ന് അതിനെ ഇറക്കുകയും ചെയ്യുന്നത് നിങ്ങളാണോ അതല്ല നാം ആണോ? മനുഷ്യന് പറയാൻ കഴിയണം, വെള്ളം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും, വെള്ളം മേൽപോട്ട് ഉയർത്താൻ ഞങ്ങൾക്ക് കഴിയും, വെള്ളം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് താഴോട്ട് ഇറക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇനി അത് ഏതൊരു സ്ഥലത്ത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ വേണ്ടാന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പറയാൻ കഴിയുമോ മനുഷ്യന്? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കഴിവ് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വസ്സമാഇ ദാത്തിർ റജ്അ്, ആവർത്തനമുള്ള ഉപരിലോകം തന്നെയാണ് സത്യം. അപ്പൊ ഈ മഴ എന്ന് പറയുന്നത് സത്യത്തിലൊരു ചാക്രിക പ്രക്രിയ, റൊട്ടേഷനാണ്. മഴ പെയ്യുന്നു, ഭൂമിയിൽ വെള്ളം വ്യാപിക്കുന്നു, കിണറുകളിലും കുളങ്ങളിലും വെള്ളം നിറയുന്നു, മനുഷ്യരത് കുടിക്കുന്നു, അലക്കുന്നു, ഉപയോഗിക്കുന്നു, അത് വീണ്ടും ഭൂമിയിൽ തന്നെ വ്യാപിക്കുന്നു, വീണ്ടും അത് മേൽപോട്ട് ബാഷ്പീകരിച്ചു പോകുന്നു, പിന്നെയും അത് തന്നെ ഭൂമിയിലേക്ക് വരുന്നു. അതാ വസ്സമാഇ ദാത്തിർ റജ്അ്, ഈ ആവർത്തനമുള്ള ഉപരിലോകം തന്നെയാണ് സത്യം. എന്നിട്ട് അല്ലാഹു ഈ വെള്ളത്തിന്റെ
വെള്ളം മേൽപോട്ട് എത്തിക്കുന്നതിനും അത് താഴോട്ട് ഇറക്കുന്നതിനെ കുറിച്ചും അള്ളാഹു പറഞ്ഞു തന്നു. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. അലം തറ, നീ കാണുന്നില്ലേ? അന്നല്ലാഹ യുസ്ജി സഹബ, മേഘത്തെ അള്ളാഹു തെളിച്ചു കൊണ്ടുപോകുന്നു. സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നീട് അവയെ കൂട്ടിയിടിപ്പിക്കുന്നു. സുമ്മ യജ്അലുഹു റുകാമ, എന്നിട്ട് അത് മേൽക്കുമേൽ അടുക്കുകളാക്കി തീർക്കുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അതിനിടയിലൂടെ മഴ വരുന്നതായി നിനക്ക് പെയ്യുന്നതായി നിനക്ക് കാണാം. വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ്, ആകാശത്ത് പർവ്വതങ്ങൾ മലകൾ കണക്കെയുള്ള മേഘങ്ങളിൽ നിന്ന് അവൻ ബറദ് ആലിപ്പഴത്തെ ഇറക്കുന്നു. അപ്പൊ വെള്ളം മേൽപോട്ട് ബാഷ്പീകരിച്ചു പോകുന്നു, മേഘങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്നു, അത് ഘനീഭവിപ്പിക്കുന്നു, അതിൽ നിന്ന് ചിലപ്പോ ആലിപ്പഴമായി പെയ്തിറങ്ങുന്നു. എന്നിട്ട് അള്ളാഹു പറയാ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ ബാധിപ്പിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്ന ആളിൽ നിന്ന് അത് തിരിച്ചുവിടുന്നു. ആ ഇടിമിന്നലിന്റെ വെളിച്ചം, മിന്നൽ പിണർ നിങ്ങളുടെ കണ്ണുകൾ റാഞ്ചിയെടുക്കുമാറാകുന്നു. അവൻ മേഘവുമായി ബന്ധപ്പെട്ടാണ് മിന്നൽ ഉണ്ടാകുന്നത് എന്നും മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു എന്നും അത് കൂട്ടിയിടിപ്പിക്കുമെന്നും ഘനീഭവിപ്പിക്കുന്നു എന്നും അതിനിടയിൽ നിന്നാണ് മഴ വർഷിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. ആ മനുഷ്യനോട് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അറിവും കഴിവും ബോധ്യപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഏത് അനുഗ്രഹമാണെങ്കിലും ചിലപ്പോ നമുക്ക് പരീക്ഷണം. അപ്പൊ വെയിലാകുമ്പോ ചിലപ്പോ ഈ കോറിയിലൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാകും. മഴയാകുമ്പോ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും. അപ്പൊ ഏത് അനുഗ്രഹമാകുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസമായിട്ട് വരും. ആ പ്രയാസത്തെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിട്ട് ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷകെട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കാം. അതുപോലെ തന്നെ അള്ളാഹു മഴയെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഉപരിലോകത്ത് നിന്നൊരു പ്രത്യേക തോതനുസരിച്ച് നാം വെള്ളത്തെ ഇറക്കുന്നു. അത് ഭൂമിയിൽ തങ്ങി നിർത്തുന്നു. അത് ഇല്ലാതാക്കി കളയാനും കഴിവുള്ളവനാകുന്നു നാം. എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു ചെയ്തു തന്ന അതിമഹത്തായ അനുഗ്രഹത്തെ കുറിച്ചാണ് മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. സാധാരണയായിട്ട് വെള്ളം താഴോട്ട് അങ്ങനെ ഇറങ്ങിപ്പോവാണ് വേണ്ടത്. അപ്പൊ ഭൂമിയിൽ പെയ്യുന്ന വെള്ളമൊക്കെ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവാണ് വേണ്ടത് സാധാരണയായിട്ട്. പക്ഷെ അങ്ങനെ പോകുന്നില്ല. വെള്ളത്തെ ഒരു നിശ്ചിത പരിധിയിൽ ഭൂമിയിലെ പ്രത്യേകമായ പ്ലേറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹു അവിടെ തങ്ങി നിർത്തുക. മനുഷ്യർക്ക് കുഴിച്ചെടുക്കാൻ പാകത്തിൽ, ചെടികൾക്കും മരങ്ങൾക്കും ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കാൻ പാകത്തിൽ അള്ളാഹു ഇതിന്റെ ഉപരിതലത്തിൽ തങ്ങി നിർത്തുക. അതാ ഭൂമിയുടെ ഉപരിതലത്തിൽ അതിനെ തങ്ങി നിർത്തുന്നു. അത് ഇല്ലാതാക്കാൻ കഴിവുള്ളവനാകുന്നു. നോക്കൂ നിങ്ങൾ, ശരിക്ക് നമ്മുടെ ബുദ്ധി അനുസരിച്ച് ഭൂമിയിലേക്ക് വെള്ളം ആഴ്ന്നാഴ്ന്നങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഭൂമിയുടെ ഉൾഭാഗത്ത് ഇങ്ങനെ തിളച്ചു മറിയുന്ന ലാവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഭൂമിയുടെ ആഴത്തിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് ഭൂമിയുടെ ഉപരിതലത്തിൽ തങ്ങി നിർത്താൻ അള്ളാഹു ചെയ്യുന്നത് എന്ന്. അതാ അതൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം. അള്ളാഹു അങ്ങനെ ഒരു സംവിധാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന് മഴ വർഷിക്കുക, അനുഗ്രഹീതമായ ശുദ്ധമായ വെള്ളം ലഭിക്കുക. ഏത് വൃത്തികെട്ട ചാണകക്കുണ്ടിൽ നിന്ന് ബാഷ്പീകരിച്ചു പോകുന്ന വെള്ളമാണെങ്കിലും ക്ലിയർ ആയിട്ട് ഒരു തകരാറില്ലാതെ ശുദ്ധീകരിച്ചാണ് ഉയർത്തപ്പെടുന്നത്, ശുദ്ധീകരിച്ചാണ്. അനുഗ്രഹീതമായ വെള്ളത്തെ നാം ഇറക്കിന.
ആകാശത്ത് ഒരു ഉപ്പ് ഇപ്പം ഏറ്റവും കൂടുതൽ സമുദ്രമാണല്ലോ, സമുദ്രത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത്. ഉപ്പിന്റെ ടേസ്റ്റ് ഇല്ലാത്ത ശുദ്ധമായ വെള്ളം. അതല്ല നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനെ ഉപ്പ് രുചിയുള്ളതാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഉപ്പ് രുചിയുള്ളതാക്കിയില്ല. അതല്ല പറയാ, മഴയെ കുറിച്ച് പറഞ്ഞപ്പോ പടച്ച റബ്ബ് പറയാ നാം ഉദ്ദേശിച്ച്. അപ്പം കടല് ഭൂമി ഏറ്റവും കൂടുതൽ കടലാണുള്ളത് ഭൂമിയിൽ. എന്നിട്ട് ആ കടലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം ശുദ്ധീകരിച്ച് ബാഷ്പീകരിച്ച് പോകുന്നത്. അപ്പൊ ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവുകയും മനുഷ്യർക്ക് കുടിക്കാൻ പ്രയാസമുള്ളതാവുകയും ചെയ്യേണ്ടതാണ്. അല്ല പറയാ എന്നിട്ട് എന്താ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? നാം അങ്ങനെ ശുദ്ധീകരിച്ച് മേൽപോട്ട് ഉയർത്തി നിങ്ങൾക്ക് അനുഗ്രഹീതമായ വെള്ളം വർഷിപ്പിച്ചു തരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ട് എന്താ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? അപ്പൊ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച്, അവന്റെ കഴിവ്, അവന്റെ ശേഷി, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരവസ്ഥയാണ് വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹു ചെയ്തു വെച്ച സംവിധാനങ്ങളെ കുറിച്ച്, അള്ളാഹു പരലോകത്തെ കുറിച്ച് പറയുമ്പോഴും ഈ അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരലോകം എന്നൊരു സംവിധാനം നിങ്ങൾക്കുണ്ട്, വരാനുണ്ട് എന്ന് പറയുമ്പോഴും അള്ളാഹു പറയാം, الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور والله الذي أرسل الرياح കാറ്റുകളെ അയച്ചവൻ അല്ലാഹുവാണ്. ഫതുസീറു സഹാബ, അത് മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫസുഖനാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ, നിർജീവമായ വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിയിലേക്ക് നാം അതിനെ കുടിപ്പിക്കുന്നു. ഫഅഹ്യനാ ബിഹിൽ അർള ബഅദ മൗതിഹാ, എന്നിട്ട് ആ ഭൂമിയെ നാം ആ നിർജീവമായ അവസ്ഥയിൽ നിന്ന് വീണ്ടും പച്ച പിടിച്ചതാക്കി തീർക്കുന്നു. അപ്പൊ കുട്ടികൾ കളിച്ചിട്ട് വരണ്ടുണങ്ങി പാറ പോലെ കിടക്കുന്ന പ്രദേശമാണെങ്കിലും ഒരു 4-5 മഴ പെയ്താൽ എന്താവും? അത് കിളിർത്ത് വരും, ചെടികളൊക്കെ പൊന്നും മുളച്ചു വരും. എന്നിട്ട് അള്ളാഹു, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹു ചെയ്തു വെച്ച സംവിധാനം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാ കദാലിക്കൻ നുശൂർ, അപ്രകാരം തന്നെയാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പും. അപ്പൊ വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിയിൽ ചെടികളുടെ വിത്തുകൾ നമ്മൾ കാണുന്നില്ല എന്ന രൂപത്തിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞു പോയ മുഴുവൻ മനുഷ്യന്മാരുടെയും അവശിഷ്ടങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ആ വിത്തുകളിൽ, ആ മനുഷ്യന്റെ അവശിഷ്ടത്തിൽ നിന്ന് തന്നെയാണ് മലക്ക് സൂറിലൂതുമ്പോ ആ അവശിഷ്ടങ്ങളിൽ നിന്ന് തന്നെയാണ് ഭൂമിയിൽ പാറ്റ പൊടിഞ്ഞു പൊന്തുന്നത് പോലെ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുക എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അഥവാ കദാലിക്കൻ നുശൂർ, ഈ ചെടി മുളയ്ക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ കുറിച്ച്, അള്ളാഹു ചെയ്തു വെച്ച സംവിധാനങ്ങളെ കുറിച്ച് പറയുകയും അള്ളാഹുവിന്റെ കഴിവിനെ നമ്മെ ബോധ്യപ്പെടുത്തുകയും നിങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതമുണ്ട് എന്ന് ഇതിലൂടെയൊക്കെ ബോധ്യപ്പെടുത്തുകയും അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവണം എന്ന് പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സന്തോഷാവസരത്തിലും പ്രയാസകരമായ അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് അടുക്കുകയും ചെയ്യുക. സർവശക്തനായ നാഥൻ അവന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ കീഴ്വഴി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാവട്ടെ. അൽഹംദുലില്ലാഹ് وصلى الله على نبينا محمد أشرف المخلوقين رحمة للعالمين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والتابعين لهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദ് സമുദായം നശിപ്പിക്കപ്പെട്ടത് അതിശക്തമായ കാറ്റിലൂടെയാണ്. സഖറഹ അലൈഹിം 7 അയ്യാം, 7 രാത്രിയും 8 പകലും തുടർച്ചയായി അടിച്ചു വീശുന്ന കാറ്റിലൂടെയാണ് ആദ് സമുദായം നശിപ്പിക്കപ്പെട്ടത്. ആ കാറ്റ് വരുന്നതിന് മുമ്പേ ആകാശം കറുത്തിരുണ്ട് മേഘാവൃതമായി രാത്രിക്ക് സമാനമായ ഒരു ഭയാനകമായ അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥ കണ്ടപ്പോൾ ആ ജനത فلما رأوه عارضا مستقبل أوديتهم قالوا هذا عارض ممطرنا,
അങ്ങനെ ആ ശിക്ഷ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ, അവരുടെ തായ്വരങ്ങളിലേക്കൊക്കെ അത് പ്രത്യക്ഷപ്പെട്ടപ്പോ, ആ കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. ഖാലു ഹാദാ ആരിദും മുംതിർന, ഇത് ഞങ്ങൾക്ക് ശക്തമായ നല്ല മഴ തരുന്ന മേഘമാണ് എന്ന് അവര് പറഞ്ഞു. ബൽ ഹുവ മസ്തഅജൽതും ബിഹി, അല്ല, അത് നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിനോട് നീ അല്ലാഹുവിന്റെ ദൂതനാണെങ്കിൽ ഞങ്ങൾക്ക് ആ ശിക്ഷ ഒന്ന് കാണിച്ചു തരൂ എന്ന് വെല്ലുവിളി നടത്തിയില്ലേ, നിങ്ങൾ അത് ധൃതി കൂട്ടിയ ശിക്ഷയാകുന്നു അത് എന്ന് അല്ലാഹു അവരെ അറിയിച്ചു. അതോടനുബന്ധിച്ച് ശക്തമായ കാറ്റുണ്ടാവുകയും അത് വേദനാജനകമായ ശിക്ഷയിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ്. ഈ ഒരു അവസ്ഥ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. ആദ് സമുദായത്തിന് ഉണ്ടായ ഒരു അവസ്ഥയും അവര് ആ കറുത്തിരുണ്ട കാർമേഘം കണ്ടപ്പോ ഇത് ഞങ്ങൾക്ക് ശക്തമായ മഴ വരുന്ന, അനുഗ്രഹീതമായ മഴ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ സന്ദർഭം ഒക്കെ വഹയിലൂടെ അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശം കറുത്തിരുണ്ട് മേഘാവൃതമാകുമ്പോൾ ആ ശിക്ഷയെ ഓർക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഭയം കൊണ്ട് ഇരുണ്ടതായി തീരുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അള്ളാഹുവെ ഉപകാരപ്രദമായ നല്ല മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ. ഞാൻ പറഞ്ഞു, ഏതൊരു അനുഗ്രഹവും ചിലപ്പോ ഒക്കെ നമുക്ക് പ്രയാസകരമാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് അതിന്റെ അനുഗ്രഹത്തെ ചോദിക്കുക, പ്രയാസത്തിൽ നിന്ന് രക്ഷ തേടുക. അത് കാറ്റാണെങ്കിലും അനുഗ്രഹമാണ്. ആ കാറ്റ് അടിക്കുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥന റസൂലുള്ള പറഞ്ഞു തന്നു. അതിന്റെ അനുഗ്രഹത്തെയും ഗുണത്തെയും ഞങ്ങൾ ചോദിക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചു. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴും അല്ലാഹുവേ ഞങ്ങൾക്ക് സഹായകരമായ അനുഗ്രഹീതമായ മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ. ഇതൊക്കെയാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ച, അല്ലാഹുവേ മഴ അനുഗ്രഹീതമാക്കണം, ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കണം. ഇനി അത് പ്രയാസകരമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നുമ്പോ, മഴ അമിതമായി വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഇത് ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചുവിടണമേ, ഞങ്ങളുടെ മേൽ ഇത് നീ വർഷിപ്പിക്കരുതേ എന്ന് അല്ലാഹുമ്മ ഹവാലൈനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റുമാക്കണമേ, വലാ അലൈനാ ഞങ്ങളുടെ മേൽ ഇത് ഉണ്ടാക്കരുതേ, ഞങ്ങൾക്ക് പ്രയാസകരമാക്കരുത് എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മളും മഴ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ മഴ നിന്ന് രക്ഷപ്പെടുക, പ്രയാസത്തിൽ നിന്ന് രക്ഷ തരണം എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോ പ്രയാസകരമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ മഴയെ കൊണ്ട് ലഭിക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഗുണത്തെയും നമ്മൾ ചോദിക്കുക, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ മഴയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കലും മഴയെ അല്ലെങ്കിൽ കാലവർഷത്തെ ശപിക്കുകയോ ശകാരിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മോട് വിലക്കിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എത്ര പ്രയാസകരമായ അവസ്ഥ ഉണ്ടായിരുന്നാലും ശരി, കാലത്തെ ഒരിക്കലും നമ്മൾ ശകാരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹ്റ അല്ല പറഞ്ഞതായിട്ട്, നിങ്ങൾ കാലത്തെ ആക്ഷേപിക്കരുത്, ശകാരിക്കരുത്. അനദ്ദഹ്റു, കാലത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാകുന്നു എന്ന്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എത്ര പ്രയാസകരമായ അവസ്ഥ ഉണ്ടായിരുന്നാലും ശപിച്ച് പറയരുത്, ശകാരിക്കരുത്. അള്ളാഹുവിനോട് അതിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തേടുക. ചിലപ്പോൾ നമുക്കൊരു പരീക്ഷണം എന്നുള്ള നിലക്ക് നമ്മുടെ ഈമാനൊക്കെ പരീക്ഷിക്കാൻ, ഇതൊക്കെ അള്ളാഹു അവന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്ന കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പരീക്ഷണം എന്നുള്ളത്, നമ്മളൊരു കാര്യത്തിന് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു പക്ഷേ സമയം വളരെ കുറവായിരിക്കും. ഒരു കാര്യത്തിന് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ വാഹനത്തിൽ അങ്ങനെ പോകും, അല്ലെ ബൈക്കുമ്പോൾ അങ്ങനെ പോകുമ്പോ പെട്ടെന്നൊരു മഴ പെയ്ത്, ആ മഴ പെയ്ത് നമ്മൾ അവിടെ ഇറങ്ങി കോട്ടൊക്കെ ഇട്ട് പോകുമ്പോ അപ്പം ചോർന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് അറിയാണ്ടങ്ങ് പറഞ്ഞു അവൻ ശപിച്ചു പോകും മനസ്സുകൊണ്ട്. ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പരീക്ഷണ ഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും കാലത്തെ ചീത്ത പറയരുത്. അതുപോലെ തന്നെ ഇന്ന ഞാറ്റുവേല കാരണമാണ്, ഇന്ന് കർക്കിടക മാസമായത് കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞ് കാലത്തിലേക്കോ മറ്റേതെങ്കിലും ഞാറ്റുവേലയിലേക്കോ ഒന്നും മഴയെ ചേർത്തി പറയാതെ അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നുള്ള നിലക്ക് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും
മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. ചിലപ്പോ കർക്കിടക മാസത്തിൽ പൊരിഞ്ഞ വെയിലെന്ന സമയം ഉണ്ടാവാറുണ്ട്. അപ്പൊ കർക്കിടക മാസമായി എന്നതുകൊണ്ടോ തിരുവാതിര ഞാറ്റുവേലയായി എന്നതുകൊണ്ടോ ഒന്നും മഴ ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹ് കണക്കാക്കണം, തീരുമാനിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് മൻ ഖാല മുത്തിർനാ ബിനൗഇൻ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേല കാരണമാണ് മഴ പെയ്യുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വഖദ് കഫറ, അവൻ കാഫിറായിന, അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തള്ളി പറഞ്ഞു എന്നാണ്. അപ്പൊ അള്ളാഹുവാണ് പ്രകൃതി നിയമം നിശ്ചയിച്ചത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാവും. അത് കർക്കിടക മാസമായിരുന്നാലും തിരുവാതിര ഏത് ഞാറ്റുവേല ആയിരുന്നാലും അങ്ങനെ തന്നെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന ചിന്തയുണ്ടാവുകയും അള്ളാഹുവാണ് എല്ലാത്തിനും വ്യവസ്ഥ നിശ്ചയിച്ചത്, നിയന്ത്രിക്കുന്നത് എന്ന ബോധവും നമുക്ക് ഒരു വിശ്വാസവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും ചെയ്യണം. ഒരിക്കലും നമ്മൾ കാലത്തെയോ അതുപോലെ തന്നെ പ്രയാസകരമായ അവസ്ഥയോ ശകാരിച്ചും ശപിച്ചും പറയരുത്. അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് അടുക്കുക, അള്ളാഹുവിനോട് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തേടുക, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക. ഇതാണ് വിശുദ്ധ ഖുർആനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ നിലക്ക് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ മഴ മൂലം കെടുതി അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട്. നമുക്കറിയാം, ആസാമിലൊക്കെ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ അത് ആ രൂപത്തില് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സംഘടനയുടെ കീഴിൽ ഒരു ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതുവരെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സംരംഭങ്ങളിൽ കഷ്ടപ്പെടുന്നവരെ നമ്മൾ സഹായിച്ചുകൊണ്ട് റബ്ബിനോട് അത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അത്തരം പ്രയാസഘട്ടങ്ങളിലൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. നിന്റെ കോപം കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും നീ മുസ്ലിമായി ജീവിപ്പിക്കണം റഹ്മാനെ. മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളും വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ, റഹ്മാനായ റബ്ബേ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ ഞങ്ങളിൽ നിന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. അള്ളാഹുവെ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഭൗതിക ലോകത്ത് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണം റഹ്മാനെ. കാലവിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണം റബ്ബേ. ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണം റബ്ബേ. റബ്ബേ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.